Hey guys, welcome back to our channel. അപ്പോൾ നമ്മൾ അങ്ങനെ വീണ്ടും ഒരു ട്രെയിലർ റിയാക്ഷൻ ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി ഓഫ് ദിസ് മന്ത് അല്ലെങ്കിൽ ദിസ് ഇയർ എന്നൊക്കെ പറയുന്ന രീതിക്ക് ഇറങ്ങാൻ പോകുന്ന പടമാണ് ഗൈസ് നമ്മുടെ L2. ഇന്നലെ രാത്രി ഓൾമോസ്റ്റ് ഒരു മണി 1:15 സമയത്ത് കണ്ട് ഇറങ്ങിയെന്ന് തോന്നുന്നു. ആശീർവാദിന്റെ യൂട്യൂബ് പേജ് വഴിയാണ് പടത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ട്രെയിലറിന്റെ കുറെ ലീക്കേജും കാര്യങ്ങളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു. സോ അതുകൊണ്ടാണ് അവർ ഒഫീഷ്യലി ആയിട്ട് അവർ രാത്രിയിൽ തന്നെ അവരവരുടെ ട്രെയിലർ ആശീർവാദിന്റെ പേജ് വഴി പുറത്തിട്ടേക്കുന്നത്. അപ്പോൾ പടം ഇറങ്ങുന്നത് മാർച്ച് 27 സോ ദ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള എമ്പുരാന്റെ ട്രെയിലർ നമുക്ക് കാണാം സുഹൃത്തുക്കളെ. ലെറ്റ്സ് സീ ദ ട്രെയിലർ ഗൈസ്. ലൈക്ക പ്രൊഡക്ഷൻസ്. അപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയില്ലേ? എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്ന ഗോകുലം ഗോപാൽ പ്രസൻസ് അവരാണ് എന്റെ മക്കൾ. ആശീർവാദ് സിനിമാസ്. PK രാംദാസ് പാർട്ടി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ടൊവിനോ തോമസ് ഈ പാർട്ടിയെ ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട രാജേട്ടൻ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. और राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. പിന്നെ അത് വേറെ പാർട്ടിയും കാണിക്കുന്നുണ്ട്. പ്രിയദർശിനി दिखाने के लायक ही नहीं होती. शुरू से वो एक नाम से डरते हैं. कोकीन ड्रग कार्टेल, जिहादी, बहुत पॉसिबल होगा. स्टीफन, where is he now? സ്റ്റീഫൻ उसकी आंखें सब देख एल. रही है. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ ഒതുങ്ങിയ ഇരുട്ടിന്റെ മൂവ്, തമോഗോളങ്ങളുടെ എമ്പുരാൻ. ആടാ പോലെ പൊളി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാനകിയുള്ളത് ഇനി ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ഖുറേഷി അബ്രഹാം. Face the world up proud. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുന്നു. ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. സായിദ് മസൂദ്. Saeed Masood. We have to end this war. So Stephen, come back. Save your man. ഇത് ലാസ്റ്റ് ഫൈറ്റാ. Save God's soul country. ഓ വിത്ത് ബ്ലാക്ക് ഷർട്ട് പൊളി. ആന്റണി പെരുമ്പാവൂർ. ഓക്കേ പൊളി. But answer this one question. Who are you really? Lucifer. എൻ്റെ മോനെ വിഷയം സാധനം. സോ അപ്പം കണ്ടിടത്തോളം ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. സായിദ് മസൂദ്, അതായത് നമ്മൾ പൃഥ്വിരാജ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ കുറച്ചും കൂടെ അതായത് സായിദ് മസൂദ് ആരായിരുന്നു, അല്ലെങ്കിൽ ലൂസിഫർ അതായത് നമ്മുടെ ഖുറേഷി അബ്രഹാം അതായത് നമ്മുടെ സ്റ്റീഫന് ആരാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ എങ്ങനെയാണ് ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ അത്രത്തോളം ഒരു 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 ആ ഒരു കണക്ഷനും കാര്യങ്ങളും എങ്ങനെ ഉണ്ടായി. പിന്നെ കംപ്ലീറ്റ്ലി ഖുറേഷി ഇബ്രാഹിമിൻ്റെ വേൾഡാണ് കാണിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിനകത്ത് വരുമ്പം സ്റ്റീഫൻ്റെ നാടും സ്റ്റീഫൻ്റെ ആ ഒരു ലോകവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഖുറേഷിയുടെ അവിടെ ഇവിടെ ചെന്നിട്ട് വന്ന് പോകുന്നേ ഉള്ളൂ. സോ സെക്കൻഡിനകത്ത് വരുമ്പോഴത്തേക്ക് ഖുറേഷിയുടെ വേൾഡാണ് കംപ്ലീറ്റ് കാണിക്കുന്നത്. പിന്നെ
ഐ തിങ്ക് ടോവിനോയുടെ ക്യാരക്ടർ തിരിയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം നമ്മളറിയാത്ത ഒരു സംഭവം, നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ സ്റ്റീഫൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്ന രീതിക്ക് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പം ഐ തിങ്ക് ടോവിനോയുടെ ക്യാരക്ടർ രാഷ്ട്രീയത്തിലോട്ടൊക്കെ കയറിയപ്പോഴത്തേക്ക് ഐ തിങ്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ലാസ്റ്റ് നമ്മുടെ സ്റ്റീഫൻ, അതായത് നമ്മുടെ ലാലേട്ടൻ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഐ തിങ്ക് ടോവിനോയുടെ ക്യാരക്ടർ ചിലപ്പം മരിക്കുന്നുണ്ടായിരിക്കാം. എന്നിട്ട് പാർട്ടി അനാഥമായിട്ടും രാഷ്ട്രീയം നാട് കുറച്ച് ഒറ്റപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ കുറേ മോശപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിൽക്കുമ്പോൾ സോ അവരുടെ രക്ഷകനായിട്ട് വീണ്ടും സ്റ്റീഫൻ രാഷ്ട്രീയത്തിലോട്ട് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ സയ്യിദ് മസൂദിൻ്റെ ആ ഒരു ഗ്രാമം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നോർത്ത് ഇന്ത്യൻ സൈഡ് കുറേ കാണിക്കുന്നുണ്ട്. അവിടെ കുറേ ആൾക്കാർക്ക് എന്തൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഖുറേഷി എബ്രഹാമിൻ്റെ ആ ഒരു വേൾഡ്, പുള്ളി ഭയങ്കര സംഭവമാണ് എന്നല്ലേ ലൂസിഫർ അത് പറഞ്ഞത്. സോ പുള്ളി എന്താണ് എന്ന് കാണിക്കുന്നതും കൂടെയൊക്കെയാണ് എമ്പുരാൻ. സോ യാ, ട്രെയിലർ കിടുക്കി. എന്ന് വെച്ചാൽ പൃഥ്വിരാജ് ചെയ്ത ഒരു കാര്യം ആക്ച്വലി എന്താ പറയുക, ഗ്രീൻ സ്ക്രീൻ ഇല്ലാതെ പടം ഷൂട്ട് ചെയ്തതിൻ്റെ ക്വാളിറ്റി നമുക്കിപ്പം ട്രെയിലറിൽ കാണാൻ പറ്റുന്നുണ്ട്. മൂവിയിൽ അത് കുറച്ചും കൂടെ നല്ല രീതിക്ക് എലിവേറ്റ് ചെയ്ത് കാണാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരു ബഡ്ജറ്റിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുമായിരുന്നുണ്ടെങ്കിൽ ഗ്രീൻ സ്ക്രീനൊക്കെ ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. ബട്ട് പുള്ളിയാലും റിയലിസ്റ്റിക് ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് അത്രയും ക്വാളിറ്റി ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പം എമ്പുരാൻ്റെ റിലീസിനോടനുബന്ധിച്ച് ലൂസിഫർ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പം കാണേണ്ടവരൊക്കെ പോയി കാണുക. കണ്ടിട്ട് നല്ല ഫ്രഷ് മൈൻഡോടുകൂടി എമ്പുരാൻ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുക. എന്തായാലും കട്ട ത്രില്ലാണ് മോനെ. അപ്പോൾ 6 മണിക്കാണ് കേരളത്തിൽ ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടിക്കറ്റ് ബുക്കിംഗ് ഇതുവരെ എങ്ങും ഓപ്പൺ ആയിട്ടില്ല. സോ അപ്പോൾ കിട്ടുന്ന ടിക്കറ്റൊക്കെ എത്രയും പെട്ടെന്ന് ആൾക്കാർ മേടിക്കുക. ഫസ്റ്റ് ഷോ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ, ബൈ ബൈ.